ഇറങ്ങി വാടാ, ഞാൻ കാല് പിടിക്കാടാ. നാരങ്ങോട്ടായി വാങ്ങിച്ചേരാ, ഇറങ്ങി വാ പെട്ടെന്ന്. ഈ ഇടിവെട്ട് സുഗുണന്റെ അടുത്താടാ നിന്റെ കളി. ഈ സുഗുണൻ ആരാണെന്ന് നിനക്കറിയില്ല. ചുമ്മാ കോൺസ്റ്റബിൾസ് വേഗം പാടേ. തള്ളി ഉള്ളേ കേട്ടെ. കോടതിയിൽ ഹാജരാക്കുന്നത് വരെ ഇവന്റെ വിലം കഴിക്കുന്നത് ഇൻജുറീസ് ടു ഹെൽത്ത് ആണ്. തന്റെ ശരം കുത്തിയാൽ അപ്പാച്ചിമേട് ഇടിച്ചു ഒന്നാക്കിട്ട് അവനങ്ങ് പോവും. ബി കെയർഫുൾ. സാർ എന്താണോ? മഹേന്ദ്രൻ സാറ്. ആര്? അറിയില്ലേ? മഹേന്ദ്രൻ സാറ്, ഹോം മിനിസ്റ്റർ മകൻ. കൊലപാതക കേസ്, 7 പെൺവാണിഭം. പക്ഷെ ഒന്നിനും തെളിവില്ല. നമ്മുടെ കമ്മീഷണർ സാറിന്റെ ഭാവി മരുമകനാ. എനിക്കൊരുത്തരം പേടിയില്ല. തുറക്കണോ? താനെന്താ ഇവിടെ വട്ടം ചുറ്റി കളിക്കുന്നത്? തുറക്കാൻ സാർ. നീ കുറച്ചു നാളായാലും എന്റെ അശ്വതിയെ ശല്യം ചെയ്യാൻ തുടങ്ങിയിട്ട്. കൊള്ളാവുന്ന പീസിനെ കണ്ട ആണുങ്ങൾ ചിലപ്പോ നോക്കിന്ന് വരും. എന്റെ അശ്വതിയെ ശല്യം ചെയ്യുമല്ലടാ. എന്താണ് ഇവിടെ? സാർ, ആഭ്യന്തരമന്ത്രിയുടെ മകൻ ഒരു പ്രതിയെ ചവിട്ടി കൂട്ടുകയാണ് സാർ. അയാൾ ഇപ്പൊ ചാകും സാർ. സാറിന് കമ്മീഷണറെ വിളിച്ച. യെസ് കമ്മീഷണർ. സർ, CA ദിനേശ് മേനോനാണ് സർ. ക്യാമ്പസിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത പ്രതിയെ ഹോം മിനിസ്റ്ററുടെ മകൻ മഹേന്ദ്രൻ ഇവിടെ സ്റ്റേഷനിലിട്ട് ക്രൂരമായി മർദ്ദിക്കുകയാണ് സർ. താ മഹേന്ദ്രന് ഫോൺ കൊടുത്തേ. സർ, കമ്മീഷണർ. ഹലോ. മഹി, ഞാനാ. അങ്കിളത്തിൽ ഇടപെടണ്ട. മഹി പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. പോലീസ് സ്റ്റേഷനിൽ വെച്ച് അവൻ എന്തെങ്കിലും സംഭവിച്ച സമാധാനം പറയേണ്ടത് ആഭ്യന്തരമന്ത്രിയാ. നിന്റെ അച്ഛൻ മന്ത്രിസ്ഥാനം രാജിവെച്ച് ഒഴിയേണ്ടി വരും. നമ്മളുടെ അശ്വതിയെ ഇൻസൾട്ട് ചെയ്ത് ഈ ചെറ്റ എവിടെ കൊല്ലും ഞാൻ. അങ്കിൾ പ്ലീസ്, ഞാൻ പറയുന്ന നമ്മുടെ സുഗുണ സാർ അതോടെ പോയി. ഇതെന്താ സംഭവം? താനെന്താ ഇവിടെ? സാറെന്താ ഇതിനകത്ത്? കണ്ടൂടെ, ഞാൻ അഭയ കേസിന്റെ ഫയല് തപ്പുകയായിരുന്നു. അങ്കിൾ അവൻ അശ്വതിയെ ഉപദ്രവിച്ച് നടന്നപ്പോ എനിക്കങ്ങോട്ട്. ഐ നോ. മഹി, നീ ഒരു കാര്യം മനസ്സിലാക്കണം. നിന്നോടൊപ്പമുള്ളൊരു ജീവിതം സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന അശ്വതി ഇതൊക്കെ അറിഞ്ഞ വിഷമിക്കില്ലേ? അങ്കിൾ, അശ്വതി അടുത്തുണ്ടോ? ഉണ്ട്, കൊടുക്കാം. മോളെ, ദാ മഹി, അവന്റെ ഒരു കാര്യം. നിന്നെ ശല്യം ചെയ്ത പ്രതിയെ അവൻ ലോക്കപ്പിലിട്ട് ശരിക്ക് കൈകാര്യം ചെയ്തു. അതിനാള് പോലീസാ? അവന് നിന്നോടെന്തോ പറയാനുണ്ടെന്ന്. എനിക്കൊന്നും പറയാനുമില്ല, കേൾക്കാനുമില്ല. ഹലോ. കുറച്ച് കൂടുതലാ പെണ്ണിനെ. നിനക്കൊന്ന് സംസാരിച്ചാൽ എന്താ? നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാ. അത് നിങ്ങൾ രണ്ടുപേരും കൂടി തീരുമാനിച്ചാൽ മതിയോ? ഞാനും കൂടി സമ്മതിക്കണ്ടേ? മിണ്ടരുത്. ഞാൻ തീരുമാനിക്കും, നീ അനുസരിക്കും. മനസ്സിലായി? അമ്മയില്ലാത്ത കുട്ടി, അവളെ ഇങ്ങനെ ഉപദ്രവിക്കരുത്. എടോ കിളവൻ നമ്പൂതിരി, ഞാൻ അവളുടെ വിവാഹം നടത്താൻ പോകുന്നതേ ആഭ്യന്തരമന്ത്രിയുടെ മോനുമായിട്ടാ, അല്ലാതെ കണ്ട അണ്ടനും അടവടനുമായിട്ടൊന്നും അല്ല. മഹീന്ദ്രന് അവളിൽ ഇങ്ങനെ ഒരു ഭ്രാന്ത് തോന്നിയത് എന്റെ ഭാഗ്യം. എടോ, ഈ കല്യാണം കഴിഞ്ഞാൽ ഞാൻ DGP-യാ. മനസ്സിലായോ? രമണേ, ഒരു ചായക്ക് വെച്ചിട്ട് നീ ഇവിടെ എന്തെടുക്ക? എന്റെ മനോഹരേട്ടാ, എന്തൊക്കെ അഭ്യാസങ്ങളെ ചെറുക്കം കാണിക്കണേ. ഒന്നിട്ട് ചെയ്യൂല, ചെയ്യുന്നിട്ട് കാണാനും സമ്മതിക്കില്ല. സൂര്യകോ മസൽമാൻ തകർത്ത ദാമ്പത്യം എന്നെന്റെ പുസ്തകം വായിച്ചിട്ടുണ്ടോ? ഇല്ല. എങ്കിലത് വായിക്കണം. എല്ലാ ആണുങ്ങളും ഒരുപോലാണെന്നാണ് ഏതൊരാണും തന്റെ ഭാര്യയെ പറഞ്ഞ് മനസ്സിലാക്കുക. അങ്ങനെ അല്ലെന്ന് നീ തെളിയിക്കരുത്. മനസ്സിലായില്ല. നീ ഇങ്ങനെ ശരപഞ്ചരത്തിൽ ജയം കളിച്ച് എന്റെ കുടുംബജീവിതം തകർക്കരുത് പ്ലീസ്. രുക്മിണി, നീ നമ്മുടെ സൂര്യ എടുത്ത് കാര്യം പറഞ്ഞു ഒന്ന് ചൂടാക്കടി.
എടി അടി വരുമ്പോ തടി കൊണ്ട് ബ്ലോക്ക് ചെയ്യാൻ അവനെ പറ്റൂ. തല്ലുകൊണ്ടവൻ നന്നാവുന്നെങ്കിൽ നന്നാവട്ടെ. അയ്യ എന്റെ ആങ്ങളെ കൊലക്ക് കൊടുക്കാൻ എന്നെ കിട്ടില്ല. അപ്പൊ ഞാൻ ചത്തുവട്ടെ എന്ന്. ഓ ഭർത്താവ് പോയ വേറൊരു ഭർത്താവിന് കിട്ടും. ആങ്ങളെ പോയാലേ ഇനി ഒരു ആങ്ങളെ കിട്ടില്ല. എറിഞ്ഞു കൊന്നുകളയും ഞാൻ. ഇവൻ ഇവിടെ നിന്ന് ജനിക്കേണ്ടവനേ അല്ല, പിന്നെ ജനിക്കേണ്ടവനേ അല്ല. കേറിപ്പോടിയകത്ത്. എന്താ ചേച്ചി പ്രശ്നം? ആ വധഭീഷണിയുള്ള പെങ്കൊച്ചിന് പ്രൊട്ടക്ഷൻ പോണെന്ന് പറഞ്ഞ് മോളിന്ന് ഓർഡർ. ഇപ്പതാ സൂണേട്ടൻ പറയാ സൂണേട്ടന് വരെ നീ പോണെന്ന്. പേടിച്ചിട്ടാണേ. ഇത്തിരി പോവാളിയാ പ്ലീസ്. എന്നെ കൊണ്ട് പറ്റില്ല, എന്നെ നിർബന്ധിക്കരുത്. കമ്മീഷണറുടെ മകൾക്ക് എന്തെങ്കിലും പറ്റിയാൽ എന്റെ തൊപ്പിയാ തെറിക്കുന്നത്. എന്റെ തൊപ്പി തെറിച്ചാൽ ഇവിടെ ആർക്കൊന്നുമില്ല അല്ലേ? അളിയൻ എന്താ പറഞ്ഞേ? ഞാൻ ഒന്നും പറഞ്ഞില്ല. ആർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന കാര്യമാ പറഞ്ഞതെന്ന്? ആ കമ്മീഷണറുടെ മകളുടെ. ഈ അളിയൻ പഠിപ്പിച്ച നമ്പറുകൾ ഒന്നും മറക്കണ്ട. ധൈര്യമായിട്ട് ചെന്നോളൂ. പൊക്കോ. എന്താ? വധഭീഷണിയുള്ള കമ്മീഷണർ മകൾക്ക് ഇന്നു മുതൽ പേഴ്സണൽ പോലീസ് പ്രൊട്ടക്ഷൻ. ഇറ്റ്സ് an order from the city police commissioner. എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യമില്ല. പ്ലീസ് ഗെറ്റ് ഔട്ട് ഓഫ് ദ കാർ. കമ്മീഷണർ ഓർഡർ പിൻവലിച്ചാൽ ഞാൻ പോയേക്കാം. യെസ്. എന്താ ഇത്? എനിക്ക് ആരുടെ പ്രൊട്ടക്ഷൻ വേണ്ട. വേണം. നിന്നെ ആ വരുണ്ട ഗ്യാങ് ഉപദ്രവിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് മഹീന്ദ്രനാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം വെച്ചത്. പ്ലീസ്. നീ ഞാൻ പറഞ്ഞതനുസരിച്ചാ മതി. കേട്ടല്ലോ, ഇനി തന്റെ കൺട്രോൾ എന്റെ കൈകളിലാണ്. വണ്ടിയെടുക്ക്. മിസ് അശ്വതി, ഇതിനു മുമ്പ് ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ? ഇല്ല. വെരി ഗുഡ്. ആരെങ്കിലും ഭാവിയിൽ പ്രണയിക്കാൻ ഉദ്ദേശമുണ്ടോ? ഇല്ല. ഓ. സുന്ദരനും സുമുഖനുമായ ഒരു പോലീസ് ഓഫീസർ പ്രണയാഭ്യർത്ഥന നടത്തിയാലോ? എന്താ തന്റെ ഉദ്ദേശം? പ്രൊട്ടക്ഷൻ ആവശ്യമുള്ള ആളുടെ ക്യാരക്ടർ മനസ്സിലാക്കുക എന്നുള്ളത് പ്രൊട്ടക്ഷൻ ഓഫീസർ ഉത്തരവാദിത്തമാണ്. വണ്ടി നിർത്താൻ ഞാൻ ആവശ്യപ്പെട്ടില്ലല്ലോ. Idiot. എനിക്കിഷ്ടമായി എന്ത്? ആ പദപ്രയോഗം, ഇഡിയറ്റ്. ലൂസ് ടോക്ക് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ഡയറോട് കംപ്ലൈന്റ് ചെയ്യും. ഒരിക്കലും വിശ്വസിക്കില്ല. പ്രൊട്ടക്ഷൻ ഒഴിവാക്കാനുള്ള തന്റെ അടവാണെന്നെ കമ്മീഷണർ കരുതൂ. Stupid. എനിക്കിഷ്ടം ഇഡിയറ്റാണ്. ഹലോ. എങ്ങോട്ടാ? എപ്പോഴും കൂടെ ഉണ്ടായിരിക്കണം എന്നാണ് കമ്മീഷണേഴ്സ് ഓർഡർ. ഇതേ കോളേജ് ക്യാമ്പസാ. ഇവിടെ ഈ കാക്കിക്ക് ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിന്നാ മതി. Useless guy. അല്ല, കുട്ടി പേടിക്കണ്ട, ഞാൻ ഈ പരിസരങ്ങളിൽ തന്നെ ഉണ്ടാവും. എന്താടാ ഇവിടെ കാര്യം? സ്റ്റുഡന്റ് ആണ് സാർ. പോയിക്കോളൂ. Pith is the inner core of the stem. It is the ground tissue present at the center of the stem, inner to the vascular bodies. Mostly, it is parenchymatous, formed of thin-walled and loosely arranged cells. Okay, students, see you tomorrow. ഹാവൂ, രക്ഷപ്പെട്ടു. ദേ അയാള്. ഇനിയിപ്പോ ലാസ്റ്റ് പീരീഡ് അല്ലേ, നമുക്ക് ക്ലാസ് കട്ട് ചെയ്ത് മുങ്ങിയാലോ? എന്തിന്? ഇന്ന് മുഴുവനും അയാൾ എന്നെയും കാത്ത് എന്റെ കാറിന് കാവല് നിൽക്കട്ടെ. നമുക്ക് പുറകിലെത്തി ഗേറ്റ് വഴി പോവാം. ലെറ്റ്സ് ഗോ. ഓക്കേ. നിന്റെ ആ പ്രൊട്ടക്ഷൻ ഓഫീസർ കോളേജിൽ കിടക്കണത് എന്റെ കാറിന് കാവല് നിന്ന് ക്ഷീണിച്ചിട്ടുണ്ടാവും. എന്റെ അടുത്താണ് അവന്റെ വേഷം കെട്ട്. Bearer, 1 coffee.
നാളെ കാലത്ത് നീ രജിസ്റ്റർ ഓഫീസിൽ വരും, ഒപ്പിട്ട് തരും. പീറ്ററെ, ഈ ചേട്ടനെ വീട്ടിൽ കൊണ്ടാക്കണം സുരക്ഷിതമായിട്ട്. My God. Just one second. എന്താ? അശ്വതി, നീ എന്താ ഒളിച്ചളിക്ക? ഞാൻ ഫോൺ വിളിച്ച നിനക്കെന്താ സംസാരിക്കുന്ന ഒരു മടി? ലോക്ക്, യു ആർ മൈ വുഡ് ബി. അത് മറക്കണ്ട. നമുക്ക് പിന്നീട് സംസാരിക്കാം. നീ ഇപ്പൊ എന്നോട് മിണ്ടിന്ന് കരുതിയോ, കൂടെ കറങ്ങിന്ന് കരുതിയോ, ഒരുമിച്ച് ഒരു ബെഡ്റൂമിൽ കിടന്ന് കരുതിയോ, ഇവിടെ ഒരു ഭൂകമ്പം ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം നിന്നിലുള്ള അധികാരം ഞാൻ പണ്ടേ തീരെഴുതി മേടിച്ചതാ നിന്റെ തന്ത കമ്മീഷൻ നടത്തുന്നത്. മനസ്സിലായോടെ? കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ, എന്നിട്ട് മതി ഈ അധികാരവും അവകാശമൊക്കെ. ഈശ്വര, ഇവന് നീയായിട്ട് അയച്ചതാ. ഇത് ഞാൻ തകർക്കും. നിന്റെ മനസ്സിൽ ഞാനല്ലാതെ മറ്റു വല്ലതും ഉണ്ടെങ്കിൽ അറിയാലോ, ഈ മഹേന്ദ്രന് കൊന്നുകളയും ഞാൻ. എക്സ്ക്യൂസ് മീ. എന്താ സാർ പ്രോബ്ലം? അത് ചോദിക്കാൻ നീയാരാ? ആരടി? ഞാനോ? ഓഫീസർ. ഈ കുട്ടിയുടെ പേഴ്സണൽ പ്രൊട്ടക്ഷൻ ഓഫീസർ ഫ്രം ദ പോലീസ് ഡിപ്പാർട്ട്മെന്റ്. അശ്വതി, വരൂ. വരാൻ. എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ പെർഫോമൻസ്? ഫാന്റാസ്റ്റിക്. ഞാനിപ്പോ കൂടെ ഇറങ്ങി വന്നില്ലായിരുന്നെങ്കിൽ താനിപ്പോ ജീവനോടെ ഉണ്ടാവായിരുന്നില്ല. അയാൾ ആരാണെന്നറിയോ? ഇല്ല. ഹോം മിനിസ്റ്ററുടെ ഒരേ ഒരു മകൻ മഹീന്ദ്രൻ. അപ്പോ അയാളാണ് തന്നെ കുട്ടി. പക്ഷെ കുട്ടിയുടെ മനസ്സിൽ അയാളോട് വെറുപ്പാണെന്നും ആ വേക്കൻസി ഇപ്പോൾ മറ്റൊരാൾക്ക് വേണ്ടി ഒഴിഞ്ഞു കിടക്കുകയാണെന്നും ഞാൻ മനസ്സിലാക്കി. ആ വേക്കൻസി റിസ്ക് ഉള്ള പോസ്റ്റ്. ആസ് എ പോലീസ് ഓഫീസർ ഏത് റിസ്ക് എടുക്കാനും ഞാൻ തയ്യാറാണ്. ഒരു ഡ്യൂട്ടിക്ക് ഇറങ്ങി തിരിച്ചാൽ അത് പൂർത്തീകരിച്ചിട്ടേ ഞാൻ തിരിച്ചെത്താറുള്ളൂ. മാത്രമല്ല, ഇപ്പോൾ കുട്ടിയുടെ പ്രൊട്ടക്ഷൻ എന്റെയും കൂടി ആവശ്യമാണ്. എന്റെ മനസ്സിൽ നമുക്ക് വേണ്ടി പല പദ്ധതികളും ഞാൻ ആസൂത്രണം ചെയ്ത് കഴിഞ്ഞു. കമ്മീഷണറുടെ ഓർഡറിലും അധികാര ബലത്തിലുമാണ് നിങ്ങൾ ഇപ്പൊ എന്റെ പ്രൊട്ടക്ഷൻ ഓഫീസറായി നിൽക്കുന്നത്. അതേ കമ്മീഷണർ നാളെ ശത്രുവായി മാറിയ ഇന്ന് കാണിക്കുന്ന ഈ ധൈര്യം പോരാതെ വരും. ഇനി മുതൽ പ്രൊട്ടക്ഷന്റെ പേരും പറഞ്ഞ് എന്റെ മുന്നിൽ വരരുത്. വന്നാൽ ഞാൻ എന്റെ പഠിപ്പ് നിർത്തി വീട്ടിലിരിക്കും. അവിടെ ആരുടെയും പ്രൊട്ടക്ഷൻ ആവശ്യമില്ലല്ലോ. അല്ല, പഠിപ്പ് നിർത്തിയെന്ന് വെച്ച് എനിക്ക് എന്നെ ഡ്യൂട്ടി നിർത്താൻ പറ്റില്ലല്ലോ. ഡ്യൂട്ടി എന്റെ ജീവിതമാണ് കുട്ടി. അല്ല, ഞാൻ പറയുന്ന അതെ. എവിടെ നിന്റെ പ്രൊട്ടക്ഷൻ ഓഫീസർ കണ്ടില്ലല്ലോ. ആ ശല്യം ഇനി ഉണ്ടാവില്ല, ഞാൻ ഒഴിവാക്കി. അയാളെ പിണക്കേണ്ടിയിരുന്നില്ല. എന്തായാലും നിങ്ങൾ തമ്മിൽ നല്ല മാച്ചായിരുന്നു. മാച്ചോ? എനിക്ക് കാക്കിട്ട വർഗത്തെ തന്നെ ഇഷ്ടമല്ല. ബൈ ബൈ ബൈ. കുറച്ചു ദിവസമായിടി നിന്നിങ്ങനെ ഒറ്റയ്ക്ക് കിട്ടാൻ ഞങ്ങൾ നോക്കി നടക്കുന്നു. മനസ്സിലായില്ല അല്ലേ? നിന്റെ തന്തയുടെ അധികാരബലം ഉപയോഗിച്ച് എന്റെ വരുണിനെ പൊക്കി അകത്തിട്ടെങ്കിലും അബ്കാരി കോൺട്രാക്ടറായ ഈ ഉണ്ണിത്താൻ അങ്ങനെ അടങ്ങിയിരിക്കാൻ പറ്റുമോ? ഞാൻ അവന്റെ ചേട്ടനായി പോയില്ലേ. പിന്നെ ഞാൻ എന്തിനാടി കൊച്ചെ ചെല്ലും ചെലവും കൊടുത്ത് ഇവന്മാരിങ്ങനെ പോറ്റി വളർത്തുന്നത്? അഞ്ചംഗ സംഘം മാനഭംഗപ്പെടുത്തി കൊന്ന നിന്റെ പടം നാളത്തെ എല്ലാ പത്രങ്ങളിലും വരുത്തും ഞാൻ. പിടിച്ചോണ്ട് വാടാ അവളെ.
സാർ ഇവനെ നമ്മുടെ വരണ തല്ലി നിന്നെ ഞാൻ ശരിക്കൊന്ന് കാണാനിരിക്കായിരുന്നു. ഇനി എന്തായാലും ഈ രണ്ട് കണക്കൂടി ഒരുമിച്ചൊക്കെ തീർക്കാം. അടിച്ച് കൊല്ലടാ പട്ടിയെ.